ഛത്രപതി ശിവജിയുടെ പ്രതിമ 8 മാസത്തിനുള്ളിൽ തകർന്നു വീണതിന് എല്ലാ മഹാരാഷ്ട്രക്കാരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനം, കർഷക വിരുദ്ധ ബില്ലുകൾ, GST എന്നിവയിൽ മാപ്പ് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് പതംഗ് റാവു കദമിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. എന്ത് വില കൊടുത്തും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജാതി സെൻസസ് നടത്തും. കർഷകരുടെ കടം കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. BJPക്ക് മഹാരാഷ്ട്ര നഷ്ടമായാൽ മോദി സർക്കാർ അപകടത്തിലാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. NCP അധ്യക്ഷൻ ശരത് പവാർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ കൂടി പങ്കെടുത്ത ചടങ്ങ് കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയായി. എന്നാൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പങ്കെടുത്തില്ല. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രതിമയുടെ നിർമ്മാണ ചുമതല വഹിച്ചയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശില്പിയായ ജയദീപ് ആപ്തെ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്.